ഇന്ന് തേങ്ങാപ്പാൽ വെച്ചൊരു മീൻകറി ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് കടുക്, ഉള്ളി, ഉലുവ, പച്ചമുളക്, വേപ്പില, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ആൻഡ് എന്നിട്ട് പുളി ആൻഡ് മീൻ, പിന്നെ വെളിച്ചെണ്ണയും വേണം കേട്ടോ. ഇത് തേങ്ങാപ്പാൽ 1-ാം പാൽ, 2-ാം പാൽ ഇത്ര ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ചോറിന് വേണ്ടിയിട്ടല്ല. ആദ്യം തന്നെ നമ്മളെ അടുപ്പിൽ ഇത് വെച്ചിട്ട് ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയ ശേഷം മാത്രമേ ഉലുവ എടുത്തിടാവൂ. അതിലേക്ക് നമ്മൾ ഉണക്കമുളകും വേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്യാനൊന്നും വേണ്ടല്ലോ, അപ്പം തന്നെ അങ്ങ് ഇടുക. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് 2 എടുത്ത് ഇടുക. അത് കഴിഞ്ഞിട്ട് ഉള്ളി ഒരു 10-15 എണ്ണം വേണം കേട്ടോ. ഉള്ളിയാണ് അതിൻ്റെ ടേസ്റ്റിൻ്റെ മെയിൻ ഫാക്ടർ. ചെറിയ ഉള്ളി, സവാളയല്ല, ചെറിയ ഉള്ളി. അത് നന്നായിട്ടൊക്കെ സോട്ട് ചെയ്യുക. നന്നായിട്ട് സോട്ട് ചെയ്ത ശേഷം അതിനകത്തേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ടൊരു 3 സ്പൂണ് മുളക് പൊടി. ഓക്കെ, അത്രയും ഇട്ടിട്ട് അത് നന്നായിട്ട് മൂക്കണം. നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മൂത്ത് വരിക. എന്നിട്ട് അതിലേക്ക് എന്തൊഴിക്കണം, കുറേശ്ശെയായിട്ട് ചെറു ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്. അപ്പം ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മാത്രം നല്ല രസം ഉണ്ടാവുള്ളൂ. എന്തിന്, കറിക്ക്, രസത്തിനല്ല, മീൻകറിക്ക് രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേശ്ശെയായിട്ട് ചെറിയ ചൂടുവെള്ളം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ വെള്ളം എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം മീനുണ്ടോ അതിൻ്റെ അനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്യാനുള്ളൂ കേട്ടോ. പിന്നെ ആ 2 കഷ്ണം നമ്മുടെ കുടംപുളി എടുത്ത് അതിനകത്ത് ഇടുക. എന്നിട്ട് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ 2-ാം പാൽ എടുത്ത് അതിനകത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വെള്ളം അത് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഉപ്പ് ഒരു 1.5 സ്പൂണ് ഇടുക. ഓക്കെ, ഞാൻ 1/2 കിലോ മീനാണ്, കേരമീനാണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. വീണ്ടും ആ ഉപ്പ് ചേർന്ന ശേഷം തിളച്ചിട്ട് നമ്മുടെ മീൻ കഷ്ണം ഓരോന്നായിട്ട് പെറുക്കി വെക്കുകയല്ല, അതിനകത്തേക്ക് ഇടുക. ഓക്കെ, ഈ കേരമീനൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് റെഡിയാക്കി എടുക്കുക. അതിനധികം വേവൊന്നുമില്ലെന്ന് തോന്നുന്നു. ഞാൻ ഉണ്ടാക്കിയപ്പോൾ അധികം വേവൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് വെക്കുക. അതനുസരിച്ചിട്ട് ഈ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ മീൻ കിടന്ന് അതിനകത്ത് പിടിച്ച് മസാലയ്ക്കകത്ത് പിടിക്കാൻ വെള്ളം കുറവാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് വെള്ളം അത് മുങ്ങിക്കിടക്കത്ത രീതിയിൽ അത് സ്പൂൺ വെച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. സ്പൂണ് അധികം അങ്ങോട്ട് ഉപയോഗിക്കാത്തത് തന്നെ നല്ലത്, അല്ലാതെ കറക്കി ഉപയോഗിക്കുക. ഇതേ മീനൊക്കെ നന്നായിട്ട് ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ അടപ്പ് മാറ്റിയിട്ട് നോക്കിക്കോണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെ മീൻ വന്ന് കിടക്കുക. അപ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് പുളി അത്യാവശ്യത്തിന് ഇറങ്ങിക്കാണും. അപ്പോഴത്തേക്ക് ഓവർ പുളിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ 2 കഷ്ണം ഇട്ട കുടംപുളി അതിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മീനൊക്കെ കിടന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത ശേഷം നമ്മുടെ 1-ാം പാലായ സാധനം അങ്ങ് ഒഴിക്കുക. അപ്പോൾ ഇനി അങ്ങ് ഗ്യാസിൻ്റെ ഇത് അങ്ങ് സിമ്മിലാക്കി ഇടണം കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് തിളയ്ക്കാനൊന്നും പാടില്ല. നമ്മൾ 1-ാം പാൽ ഒഴിക്കുമ്പോൾ അതൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമ്മളെന്നിട്ട് നല്ല ഒരു വേപ്പില 2-3 തണ്ട് അതിനകത്ത് ഇട്ടിട്ട് അങ്ങ് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിരിക്കുക. ഈ ചട്ടിക്കലത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണ്, നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താലും നമ്മുടെ തീ അങ്ങ് ഓഫ് ചെയ്താലും സൂപ്പറായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഓക്കേ.